decided we will be placing an order for a MRI machine tomorrow itself. ഇനിയുള്ളത് രാജശേഖരൻ എന്ന ബാഡ്മിന്റൺ പ്ലെയറിന്റെ കോമ്പൻസേഷന്റെ കാര്യമാണ്. ഒരു അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ എന്ന നിലയിൽ വളരെ വിരളമാണെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ പാരാലിസിസ്. അതിനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസായി കണക്കാക്കി അവർ ചോദിക്കുന്ന ഏത് കോമ്പൻസേഷനും കൊടുക്കാൻ യാതൊരു ബാധ്യതയും ഹോസ്പിറ്റലിനില്ല എന്നാണ് ബോർഡിന്റെ തീരുമാനം. അല്ല, ഇതെന്താ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത്? ഡിസ്ചാർജ് ഷീറ്റ് തന്നു. ഡിസ്ചാർജ് ഷീറ്റാ? കോമ്പൻസേഷൻ തരാത്തത് മാത്രമല്ല, ഇത്രയും നാൾ ചികിത്സിച്ചതിന്റെ ഒരു ബില്ല് കൂടെ തന്നു. 70,000 രൂപ. ബാഡ്മിന്റൺ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പൊ ഞാൻ രാജേട്ടനെ നോക്കാൻ വേണ്ടിയെങ്കിലും. ഒരു സിമ്പിൾ പാറ്റലർ ഓപ്പറേഷൻ നടത്തിയ ഒരു പേഷ്യന്റിന് പാരാലിസിസ് സംഭവിച്ചാൽ അത് അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ അല്ല, അനസ്തെറ്റിസ്റ്റിന്റെ കുഴപ്പം തന്നെയാണ്. അതല്ലെന്ന് ഡോക്ടർ നജീബിന് എന്റെ മുഖത്ത് നോക്കി പറയാം. ഡോക്ടർ റോയ്, വാട്ട് ഈസ് ദിസ്? നാളെ നിങ്ങൾക്ക് സംഭവിച്ചുകൂടാന്നില്ലല്ലോ. നമ്മളിൽ ഒരാൾക്ക് ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ നമ്മൾ ഡോക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കണം. യെസ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം കൂടായത്. റോയ് ഇരിക്കെ. എന്നെ അങ്ങനെ ആരും ഇരുത്തൊന്നും വേണ്ട. വർഗസ്നേഹത്തിനും പ്രസ്റ്റീജിനും ഞാൻ കൂട്ടുനിൽക്കണം അല്ലേ? നിങ്ങൾക്ക് വെറും ഒരു കയ്യബദ്ധം. പക്ഷെ ആ ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടതോ? വരാനിരിക്കുന്ന കരഘോഷങ്ങളുള്ള 100 കളിക്കളങ്ങൾ. മാത്രമല്ല, അയാളെ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതവും. ഒരു ചെറിയ മുടന്തുമായി വന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കുറ്റം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയിട്ട് ഒരു ചെറിയ കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും ചികിത്സിച്ചിട്ട് അതും കൂടെ കൂട്ടി 70,000 രൂപയുടെ ബില്ലും. കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ് ഡോക്ടർ. 5 കോടി രൂപയോളം മുതൽ മുടക്കി ഇന്ത്യയിൽ മറ്റൊരു ഹോസ്പിറ്റലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇവിടെ ഉള്ളത്. അത് മുതലാക്കണമെങ്കിൽ ഗുഡ് ബിസിനസ് അക്യൂമെന്റ് ഡോക്ടർ. അത് മുതലാക്കണമെങ്കിൽ നിസ്സാര രോഗങ്ങൾക്ക് പോലും ECGയും സ്കാനിങ്ങും MRIയും എന്തിന് ഇവിടെ എന്തെല്ലാം യന്ത്രങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടോ അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് പാവപ്പെട്ട രോഗികളുടെ തലയെ കെട്ടിവെക്കണം അല്ലേ? കൊള്ളാം. ആതുര സേവനം. കൊള്ള പലിശയ്ക്ക് കടം കൊടുത്ത് കാശുണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്കാർ ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ. മാനേജ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി കുറെയൊക്കെ ബിസിനസ് കൂടി നോക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് ഡോക്ടർ. ഐ എം സോറി ഡോക്ടർ മാർക്കോസ്. 1ാം ക്ലാസ് മുതൽ FRCS വരെ അഡ്മിഷനും ഡിഗ്രിയും അപ്പന്റെ കാശിന്റെ ബലത്തിൽ വാങ്ങിച്ചിട്ടുള്ള തനിക്ക് ഇതൊരു ബിസിനസ്സാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ പാസ്സായത്. എനിക്കിതൊരു ബിസിനസ് അല്ല, സ്നേഹവും സേവനവും മാത്രമാണ്. സ്നേഹവും സേവനവും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ വല്ല സർക്കാർ ആശുപത്രിയിലും പോയി ജോലി നോക്കുന്നതായിരിക്കും. പകൽ മുഴുവൻ സർക്കാർ സേവനവും വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് പ്രാക്ടീസുമായി പാവപ്പെട്ട രോഗിയിൽ നിന്നും ഫീസ് ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങുന്ന കഴിവന്മാരെ കണ്ടു മടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? മെഡിക്കൽ ഡിഗ്രി കയ്യിൽ കിട്ടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഹിപ്പോക്രാറ്റ്സ് ഓത്ത്. I swear by Apollo physician that I will use treatment to help the sick according to my ability and judgment, but I will never use it to injure or wrong them. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആതുര ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ ഒന്ന്, അതിൽ ഒന്നുപോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷനെ ഇത്തരം തരം താഴ്ന്ന ഇറച്ചി കച്ചവടമാക്കി? നിർത്തണോ ഡോക്ടർ റോയ്? മൈൻഡ് യുവർ വേർഡ്സ്. യെസ് ഡോക്ടർ, ഐ മൈൻഡ് മൈ വേർഡ്സ്. അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ സ്ഥാപനത്തിലൂടെ കോടികൾ ലാഭമുണ്ടാക്കുന്ന നിങ്ങൾ ഈ കേസിലെങ്കിലും അല്പം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി കേസുമായി പോയാൽ കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഈ ഞാനും ഉണ്ടാവും. ഡോക്ടർ റോയ് മാത്യു, മൈൻഡ് യു. ലില്ലി മലർക്ക് കൊണ്ടാട്ടം. ഹലോ, തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ ബാഡ്മിന്റൺ പ്ലെയറിന് കോമ്പൻസേഷൻ കൊടുക്കാൻ തന്നെ ഡയറക്ട് ബോർഡ് തീരുമാനിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഹി വാസ് ആൻ എക്സലന്റ് പ്ലെയർ, യു നോ. താൻ വാദിച്ചുകൊണ്ട് മാത്രമാണ് അത് നടന്നത്. പക്ഷെ ഒരു കാര്യം, ഈയിടെയായി താൻ അല്പം ഓവറാവുന്നുണ്ട്. കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ എപ്പോഴും ഓവറായിട്ടേ തോന്നൂ. എന്റെ ഈ ഡോക്ടർ കുപ്പായത്തിനുള്ളിലെ സാധാരണക്കാരന് മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് പ്രതികരിക്കാതിരിക്കാനാവില്ല. താൻ പ്രതികരിച്ചോടോ, ബട്ട് ഡോണ്ട് ബി സോ ഹാർഷ്.
ഐ ആം സോറി, ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ് ഡോക്ടർ. പാറുക്കുട്ടി എന്നാ പേരല്ലേ? അല്ല, പാർവതീന്നാ. ഡോക്ടർ മാത്രമേ എന്നെ പാറുക്കുട്ടിന്ന് വിളിക്കൂ. മോക്ക് ആന്റിയോട് പിണക്കോ? ഇഷ്ടമല്ലാതല്ലേ ഇവിടെ ഇരിക്കുന്നത്. എനിക്കറിയാം, ഡോക്ടർ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടതാ. ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞേ? ആദ്യം ആന്റി വിചാരിച്ചു മോളൊരു ചീത്ത കുട്ടിയാണെന്ന്. പിന്നല്ലേ മനസ്സിലായത് മോള് നല്ല കുട്ടിയാണ്, മിടുക്കി കുട്ടിയാണെന്നൊക്കെ. ഇപ്പൊ മോൾ ആന്റിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ ആന്റി എന്നെ പാറുക്കുട്ടിന്ന് വിളിച്ചോ? എന്നാ പാറുക്കുട്ടി എന്നെ ആനി ആന്റിന്നും വിളിച്ചു. ശ്വാസം വലിച്ചോട്ടെ. പാറുക്കുട്ടി കിടന്ന ആനി ആന്റി ഇപ്പൊ വരാം. നഴ്സ്, എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. പാർവതിയുടെ കേസിൽ ഡോക്ടർ മിസ് ചെയ്തൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു. വാട്ട്സ് ഇറ്റ്? I got a rare mama. I think it's case of Phallic tetralogy. Without any test, that was my diagnosis, doctor. മെഡിക്കൽ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഹൃദയസ്പന്ദനം ശ്രവിച്ചും നാഡീവ്യൂഹം തൊട്ടുനോക്കിയും രോഗം നിർണയിച്ചിരുന്ന സുശ്രുതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന നാടാണിത്. അവർക്കൊന്നും എക്സ്റേയും CT സ്കാനും ECG ഒന്നും വേണ്ടിയിരുന്നില്ല രോഗം കണ്ടുപിടിക്കാൻ. ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇത്രയും ടെസ്റ്റുകൾ എടുക്കാൻ ആനയോട് ആരാണ് പറഞ്ഞത്? അതാണ് തെറ്റ്. നമ്മുടെ പ്രൊഫഷന് ഒരു പാരമ്പര്യമുണ്ട്. എത്ര ഡിഗ്രികൾ വാരിക്കൂട്ടിയാലും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത 1000 അറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ്. ആ ഗുരുത്വമാണ് എനിക്കില്ലാതെ പോയത്. രോഗം നിർണ്ണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിടുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറിക്കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ അനിൽ കണ്ടത്. മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോ ഓഫ്, അത്രമാത്രം. അല്ല ഡോക്ടർ, ആ കുട്ടിയുടെ നില. ഐ നോ. ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ഹൃദയ ധമനിയുമായിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. പിന്നെ ഒരു ഓപ്പറേഷൻ, ഇറ്റ്സ് സോ ക്രിട്ടിക്കൽ. വെറും 1% ചാൻസ്. ആ റിസ്കിൽ ഓപ്പറേഷൻ ഒരു ട്രീറ്റ്മെന്റ് അല്ല, പരീക്ഷണമാണ്. എന്താ പാറുക്കുട്ടി? ഡോക്ടർ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ? വേണ്ട, ഡോക്ടർ ഒരിക്കലും വേണ്ടില്ല. എന്താ മോളെ, എന്ത് പറ്റി? എന്റെ പറയുന്നത് ഞാൻ കേട്ടു. എന്റെ അമ്മ മരിച്ചു പോയത് ഇനി ഒരിക്കലും വരില്ല. എന്തിനാ പാറുക്കുട്ടിയുടെ കള്ളം പറഞ്ഞു? മോള് കരയല്ലേ? പാറക്കുട്ടി കരയെന്ന് വെച്ചല്ലേ അങ്കിള് പറയാതിരുന്നത്. പാറക്കുട്ടി കരയുന്നത് അങ്കിളിന് ഇഷ്ടമല്ല. ഇനി പാറുക്കുട്ടിക്ക് ആരുമില്ല അങ്കിൾ. പാറക്കുട്ടിക്ക് ആരുമില്ല എന്ന് ആരാ പറഞ്ഞത്? ഈ അങ്കിളില്ലേ? ഈ അങ്കിളിനും ആരുമില്ല. പാറക്കുട്ടിക്ക് അങ്കിളും അങ്കിളിന് പാറക്കുട്ടി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാ. നമുക്ക് കാറിലൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ച് പുതിയ ഡ്രസ്സസ് ഒക്കെ എടുത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി എന്താ ഈ സമയത്ത്? അല്ല, ഡോക്ടറല്ലേ പറഞ്ഞത് പാറുക്കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്? നല്ല ഉറക്കോ? ഡോക്ടർ, ഞാൻ ടെസ്റ്റുകളൊക്കെ എടുത്തത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനും എന്തെങ്കിലും ദേഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ forget it. Good night. ഗുഡ് നൈറ്റ്. അയ്യോ, അച്ഛനായിരുന്നോ? ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എഴുന്നേറ്റു. എന്നിട്ട് എവിടെ? അപ്പൊ തന്നെ വീണ്ടും കിടന്നു. അറിയുന്നുണ്ട് ഞാൻ. ക്ലബിൽ പോക്കും രാത്രി താമസിച്ചുള്ള വരവൊക്കെ. അത് പിന്നെ നിനക്കിട്ടാ ഒന്ന് തരേണ്ടത്. നിന്നെ എന്ത് പറഞ്ഞാ ഞാൻ അവിടെ നിർത്തിയത്? ഇതെന്താ വള ഇത്? എന്താ വീട് ചെവി കൂടാണോ വലിക്കുന്നത്? ഇതെങ്ങനെ ഇവിടെ വന്നു? അവന്റെ ഒരു ഉറക്കം. വീട് വെച്ച് കാര്യം പറയുന്നത് അച്ഛാ. അച്ഛാ, എന്റെ പൊന്നച്ഛനല്ലേ? ചായ കൊണ്ടുവിടും. അച്ഛനായിരുന്നോ? ആ, എന്താ ഇത്ര രാവിലെ? ചായ കൊണ്ടുവരച്ചേ. കൊണ്ടുവാ.
മധുരം വേണ്ട ഓ. ലവ്വേ, ആ, നീ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ എടുത്തു. ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് അവര് പറയുന്നത്. നീ നോക്കി ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ? ഓക്കെ. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ആ. അയ്യോ, പൊന്നു മോനെ, ഈ ഗുളികയിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇങ്ങോട്ട് നോക്ക്, അച്ഛൻ ചുരുട്ട് വലി നിർത്താം, വെജിറ്റേറിയനാകാം, വേണമെങ്കിൽ വൈനടി നിർത്തിയേക്കാം. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ചോ. ഒരു സിമ്പിൾ ഓപ്പറേഷനാ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ലംബാർ സിംബദക്ടമി എന്ന് പറയും. കാലിലേക്കുള്ള രക്തഓട്ടം കൂട്ടാനുള്ള ഒരു ഓപ്പറേഷനാ. നടത്തിയേ പറ്റൂ. നടത്തിയേ പറ്റൂ. ആ, കർത്താവിന്റെ ഇഷ്ടം അതാണെങ്കിൽ എപ്പോഴും ഇപ്പോഴും നിറവേറട്ടെ. ചായ. നിന്റെ അസിസ്റ്റന്റ് ഇല്ലേ ആനി? ആനിയോ? ഏതാണി? എലിസബത്ത് രാജ്ഞിയില്ലേ, അങ്ങയുടെ മോള്. പോടോ. അവൾ ഇന്നലെ പള്ളിയിൽ വന്നിരുന്നു. എന്തിന്? പാറക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആ അച്ഛാ, ഞാനിപ്പോ വരാം. ഒന്ന് കുളിക്കേണ്ട താമസം. പറ്റുമെങ്കിൽ അച്ഛനും കൂടെ പോരെ. നമുക്ക് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. അയ്യോ, അത് ഒഴിവാക്കാൻ ഒരു വഴിയില്ലടാ ഒരു മോനെ. നിവൃത്തിയില്ല അച്ചോ. ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. അച്ഛോ, അങ്ങേര് അങ്ങനെയൊക്കെ പറയും. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഭയങ്കര വേദനയാണ്. അവ തനിക്ക് അറിയാം. തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഊഹിക്കാലോ. ചൊടി. സാർ